ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ജെ ക്രിയേറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളി തട്ടുകട സ്റ്റൈലിലെ മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. ഞാനിവിടെ പുഴുങ്ങിയ 4 മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത് കടലമാവാണ്. കുറച്ച് എമൗണ്ട് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കപ്പ് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കടലമാവ് എടുത്തത് അതേ പാത്രത്തിൽ തന്നെ 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി മസാലപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നോക്കണം. എന്നിട്ട് അതുപോലെ നമ്മുടെ കറക്റ്റ് അളവിൽ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കിട്ടേണ്ടത്. നമ്മളിപ്പോൾ പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ബാറ്ററിലേക്ക് നമുക്ക് ഓരോ മുട്ട ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ എല്ലാ പീസസും നമുക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കത് മാറ്റാം. എന്നിട്ട് നമുക്ക് അടുത്ത പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പീസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല കിടിലൻ മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതേ റെസിപ്പി നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടപ്പുറത്തൊരു ബെൽ ഐക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.